ഇറാന് നേരെയുള്ള ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്മാറി അമേരിക്ക. ഖത്തർ ഉൾപ്പെടെ 3 ഗൾഫ് രാജ്യങ്ങൾ നടത്തിയ നയതന്ത്ര നീക്കം വിജയം കണ്ടതായി റിപ്പോർട്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി മുൻനിർത്തി ആക്രമണം മാറ്റിവെക്കാൻ ഇസ്രയേലും ആവശ്യപ്പെട്ടതായി US മാധ്യമങ്ങൾ. ഇറാൻ ഭരണകൂടത്തെ മറിച്ചിടാൻ പ്രക്ഷോഭകാരികൾക്ക് ശക്തിയില്ലെന്ന US വിലയിരുത്തലും ആക്രമണ പദ്ധതി ഉപേക്ഷിക്കാൻ കാരണമായി. കൂടുതൽ ഇറാൻ ഉദ്യോഗസ്ഥർക്കുമേൽ US ഉപരോധം ഏർപ്പെടുത്തി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ദുർബലമായതോടെ ഇറാനിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കുകയാണ് സർക്കാർ വിഭാഗം. MCA നാസർ ചേരുന്നു. നാസർ, യുദ്ധഭീതിയായുന്നുണ്ട്. അമേരിക്കയെ പിന്നോട്ടടിക്കാനുണ്ടായ കാരണങ്ങൾ, സാഹചര്യം? തീർച്ചയായിട്ടും പിന്നിട്ട ദിവസങ്ങളിൽ രൂപപ്പെട്ടിരുന്ന ഒരു യുദ്ധഭീതിയുടെ അന്തരീക്ഷം ഏറെക്കുറെ വലിയ തോതിൽ തന്നെ കുറഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് ഒരു ആക്രമണ പദ്ധതി ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൈക്കൊണ്ടത്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമോ വിശദീകരണമോ ഈ ആക്രമണം നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ലഭ്യമാവുന്ന സൂചനകൾ പ്രകാരം തൽക്കാലം ഈ ആക്രമണ പദ്ധതിയിൽ നിന്ന് അമേരിക്ക പുറകോട്ട് പോവുകയാണ്. ഇതിന് പ്രധാനമായിട്ടും ചില അടിസ്ഥാന കാരണങ്ങൾ എന്നത് ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുക മാത്രമല്ല, ഇത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അത് മേഖലയിൽ അമേരിക്കയുടെ താല്പര്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് 3 ഗൾഫ് രാജ്യങ്ങൾ അത് ശക്തമായിട്ട് അമേരിക്കൻ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒമാൻ, ഖത്തർ, അതോടൊപ്പം തന്നെ സൗദി അറേബ്യ, ഈ 3 രാജ്യങ്ങൾ നടത്തിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ള നയതന്ത്ര ദൗത്യത്തിന്റെ കൂടി വിജയമാണ് ഈ ഒരു സംഘർഷം ലഘൂകരിക്കാൻ ഇടയാക്കിയ പ്രധാന കാരണമെന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഒരു ആക്രമണം നടത്തിയാൽ പോലും നിലവിലുള്ള ഇറാൻ ഭരണകൂടത്തെ മാറ്റുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം അത്രയും ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പ്രക്ഷോഭം വലിയ തോതിൽ തന്നെ ഏതാണ്ട് 18 ദിവസത്തിലധികമായിട്ട് ആ പ്രക്ഷോഭം നീണ്ടു നിന്നു എങ്കിൽ പോലും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ അവസാന ഘട്ടങ്ങളിൽ നടന്നു. 10,000 ഭരണകൂടത്തിന് വേണ്ടി പ്രത്യക്ഷമായി തന്നെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുമാത്രമല്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതൃനിരയുടെ അഭാവം കൂടിയാണ് ഇത്തരമൊരു നീക്കത്തിൽ നിന്ന് പിന്തിരിയാൻ അമേരിക്കയെയും പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം വിമത നേതൃത്വമായിട്ടുള്ള റസാ പഹ്ലവി ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തോതിൽ ഇറാനിയൻ സമൂഹത്തിനുള്ളിൽ ഒരു സ്വാധീനമില്ല എന്ന തിരിച്ചറിവിലേക്കും അമേരിക്ക എത്തിച്ചേർന്നു. അതുമാത്രമല്ല, ഏറ്റവും കടുത്ത നടപടികൾ, തൂക്കിലേറ്റുന്നതും അതോടൊപ്പം തന്നെ ഈ പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നതുമായ നടപടികളിൽ നിന്ന് പിൻവാങ്ങാൻ ഇറാനും തീരുമാനിച്ചത് ഈ നയതന്ത്ര ദൗത്യം വിജയം കാണുന്നതിന്റെ തെളിവായി മാറി. ഏതായാലും റഷ്യയും ചൈനയും ഈ നിലവിലുള്ള സംഘർഷം ലഘൂകരിക്കപ്പെട്ടതിൽ വലിയ അവർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് ഇതിൽ ട്രംപിന്റെ തീരുമാനത്തിൽ ഇല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് നേരത്തെ MCA പറഞ്ഞതുപോലെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല, ട്വീറ്റൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നെതന്യാഹുവിന്റെ ഇടപെടൽ അത് എത്രത്തോളം ഉണ്ട് തീരുമാനത്തിന് പിന്നിൽ? അതിൽ അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നെതന്യാഹുവും ട്രംപും തമ്മിൽ ഇന്നലെ വൈകിട്ട് വിശദമായിട്ടുള്ള ഒരു ചർച്ച നടന്നിരുന്നു. ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമായിട്ടും നെതന്യാഹു മുന്നോട്ട് വച്ചിരിക്കുന്ന വാദം, ഈ ഒരു പൊടുന്നനെയുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇറാന്റെ ഏറ്റവും ആദ്യം തിരിച്ചടി ലഭിക്കുന്നത് ഇസ്രായേലിനായിരിക്കും. അത്തരമൊരു തിരിച്ചടിയെ നേരിടാൻ തങ്ങൾക്ക് കുറെ കൂടി സാവകാശം വേണ്ടതുണ്ട്. പൊടുന്നനെ ഒരു പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ നേരിടാൻ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് കുറെ കൂടി സാവകാശം തങ്ങൾക്ക് ലഭ്യമാക്കണം എന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ നടന്ന ആക്രമണത്തിൽ, ആ 12 ദിന യുദ്ധത്തിലും അതിശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമായിരുന്നു ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ നടന്നത്. അത് വലിയ തോതിൽ തന്നെ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പൊടുന്നനെ ഒരു ആക്രമണം ഇറാന് നേരെ അമേരിക്ക നടത്തിയാലും പ്രത്യക്ഷമായിട്ട് അതിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി ലഭിക്കാൻ പോകുന്ന ഇസ്രായേലിനായിരിക്കുമെന്ന് ഇറാൻ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഒരു സാഹചര്യത്തിൽ കുറെ കൂടി സമയമെടുത്തുകൊണ്ട് മാത്രം ഒരു ആക്രമണം ഇറാന് നേരെ നടത്തിയാൽ മതിയെന്ന് നെതന്യാഹു നിർദ്ദേശിച്ചു എന്നാണ് വിവിധ അമേരിക്കൻ ന്യൂയോർക്ക് ടൈംസ്, അതോടൊപ്പം തന്നെ ആക്സിയസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഈ പടിഞ്ഞാറൻ ഏഷ്യയിലെ US പങ്കാളികൾ അവർ പലതും ഇറാനെ എതിരെയുള്ള ഈ സൈനിക നടപടി ആരംഭിക്കുന്നത് നിർത്തണം, ഇല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നൊക്കെ US-നോട് പറഞ്ഞിരുന്നു. ആ രീതിയിൽ ഇപ്പൊ ട്രംപിനെ എതിരെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു കഴിഞ്ഞ കുറച്ചു ദിവസമായി. അതായത് ഗസ പ്രശ്നം ഏറ്റവും രൂക്ഷമായി നിന്ന സമയത്ത് പോലും ഇടപെടാത്ത, ഇല്ലെങ്കിൽ പ്രതികരണം നടത്താത്ത രീതിയിൽ പോലും ആ സമയത്ത് ട്രംപിനോട് ഒതുങ്ങാൻ ഇല്ലെങ്കിൽ അടങ്ങാനുള്ള രീതിയിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. ലോകരാജ്യങ്ങൾ ആ രീതിയിൽ വരും ദിവസങ്ങളിലും വലിയ
സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത കൂടി കണ്ടാണോ ട്രംപ് ഇതിലേക്ക് എത്തിയത്? അവിടെ പ്രക്ഷോഭകരോട് സഹായം പുറകെ വരുന്നുണ്ട്, നിങ്ങൾ പ്രക്ഷോഭം തുടർന്നോളൂ എന്ന് പറഞ്ഞ ആൾ ഒറ്റ രാത്രി കൊണ്ട് ആ തീരുമാനം മാറ്റിയതിന്റെ പിന്നിൽ അതുകൂടിയില്ലേ? തീർച്ചയായിട്ടും അത്തരം വലിയ സമ്മർദ്ദങ്ങൾ ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ രൂപപ്പെട്ടിരുന്നു. കാരണം പിന്നെ ഈ വെനിസ്വലയിൽ നടത്തിയതുപോലുള്ള വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഭരണമാറ്റമോ മറ്റോ നടത്താവുന്ന ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല ഇറാനിലുള്ളത്. കാരണം പിന്നിട്ട് 47 വർഷമായിട്ട് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വിയോജിപ്പുകൾ, വിഭാഗീയതകൾ ഇറാനിയൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും സൈനികമായിട്ടും പിന്നെ അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു ഏകീകരണം സംഭവിച്ചിട്ടുണ്ട്. പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്താനും സർക്കാർ അനുകൂല പ്രകടനങ്ങൾ വലിയ തോതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇറാനിലെ ഭരണവർഗത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം നടത്തിയാൽ അത് പൊടുന്നനെ അതോടുകൂടി പിന്നെ പ്രശ്നം അവസാനിക്കുകയല്ല ചെയ്യുക. കൂടുതൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ നടത്താൻ ഇപ്പോൾ പോലും ബാലിസ്റ്റിക് മിസൈൽ രംഗത്തും ഡ്രോൺ വികസന രംഗത്തും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഇറാന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ മേഖലയിലെ രാജ്യങ്ങൾക്കായിരിക്കും അതിന് വലിയ വില കൊടുക്കേണ്ടി വരിക എന്നൊരു മുന്നറിയിപ്പാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെയും അമേരിക്കയ്ക്ക് മുമ്പാകെ വെച്ചത്. ആ ഒരു സമ്മർദ്ദവും തുർക്കി ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദം, യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം തുടക്കത്തിൽ ഈ വിമതർക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു, അവരോട് കെട്ടിടങ്ങൾ കീഴടക്കാൻ ആഹ്വാനം ചെയ്തു, ഉടൻ തന്നെ അമേരിക്കയുടെ സഹായം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് മുന്നറിയിപ്പ് നൽകി. ഇതൊക്കെ ആയിട്ട് പോലും ആ അർത്ഥത്തിലുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികളുടെ ഒരു മുന്നേറ്റം ഉണ്ടാകാതെ പോയതും ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടലിനുള്ള സാധ്യതയായി കൂടി കണക്കാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് റൂബിയോ ആയിട്ടൊക്കെ നെതന്യാഹു സ്ഥിരമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിൽ ഈ ആക്രമണത്തിൽ, അതായത് ഇതിന് എത്രത്തോളം സമ്മർദ്ദം ചെലുത്തിയിരുന്നോ ആ രീതിയിൽ തന്നെ അതിനെ ഇല്ലാതാക്കുക എന്നതിലേക്ക് നെതന്യാഹു ഉൾപ്പെടെ മാറിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൂടി മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നയതന്ത്രപരമായിട്ട് ഒരു നീക്കം നടത്താമെന്ന് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ട്രംപിന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒന്നും പറയാൻ പറ്റില്ല, ട്രംപ് എന്താണ് മനസ്സിൽ കാണുന്നത് എന്നത് ഒന്നും പറയാൻ സാധിക്കില്ലെന്ന്. കുറച്ച് കാലമായിട്ട് നമ്മളും അത് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് പറയുന്നതല്ല ട്രംപ് നാളെ പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള നീക്കങ്ങൾ കൂടി എങ്ങനെയാണ്? ഇതിന് തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ പോലും ആത്യന്തികമായിട്ട് ഇറാന് നേരെയുള്ള ഒരു ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചതായിട്ട് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ വിഭാഗത്തിൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്നും പുറത്തുവരികയുണ്ടായി. കാരണം ഇത്തരമൊരു സ്വേച്ഛാ ഭരണകൂടത്തെ ഇനിയും നിലനിർത്താൻ അമേരിക്ക തുനിയേണ്ടതില്ല, കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിലാണിപ്പോൾ, കാരണം വലിയൊരു 2 കൊല്ലത്തെ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന വലിയ കെടുതികൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനെതിരെ തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് ഏത് സ്വഭാവത്തിലായിരിക്കുമെന്ന കൃത്യമായിട്ടുള്ളൊരു ചിത്രം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോലും ലഭ്യമില്ല. പ്രധാനമായിട്ടും റഷ്യയും ചൈനയുമായൊക്കെ ചേർന്ന് വളരെ സൈനികമായിട്ടുള്ള സഹകരണം പോലും തുടരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. സൈനികമായിട്ട് വളരെ ശക്തമാണ് ഇപ്പോൾ പോലും ഇറാൻ. അതുകൊണ്ട് തന്നെ എത്ര കാലം ഈ യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിന്റെ കെടുതികൾ തങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു തിരിച്ചറിവ് നെതന്യാഹുവിനും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടുകൂടി ആയിരിക്കണം വളരെ പൊടുന്നനെ തന്നെ ഒരു പിന്മാറ്റത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് നീങ്ങിയിരിക്കുന്നത്. പക്ഷേ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രവചനാതീതമാണ് ട്രംപിന്റെ നിലപാടുകളും പ്രതികരണങ്ങളും. അതുകൊണ്ട് ഈ ഒരു വരും ദിവസങ്ങൾ എന്നതും കുറെ കൂടി നിർണായകമായിരിക്കും. പൂർണ്ണമായിട്ടും ഈ ആക്രമണ പദ്ധതി ഇറാന്റെ ഭാഗം കൂടി ഒന്ന് പറയാം. ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗം ചേർന്നിരുന്നു. അതിൽ ഇറാൻ എന്ത് നിലപാടാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്? ആക്രമിച്ചാൽ എന്തിനും തയ്യാർ എന്നുള്ളതിൽ തുടരുകയാണ്. തന്നെ ഇന്നലെ രാത്രി തിരക്കിട്ട് വിളിച്ചു ചേർത്ത UN രക്ഷാസമിതി യോഗത്തിൽ പല രാജ്യങ്ങളും, ഇപ്പം റഷ്യയും ചൈനയും മാറ്റി നിർത്തിയാൽ മറ്റ് പല രാജ്യങ്ങളും, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ്, പ്രതിഷേധം രേഖപ്പെടുത്തി. അതിൽ ഇറാൻ പ്രതിനിധി പറഞ്ഞത് തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരുമായി ഒരു നയതന്ത്ര പ്രശ്നപരിഹാരമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ യുദ്ധം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിശക്തമായി തന്നെ അതിനെ ഏറ്റെടുക്കാനും വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടിയിലൂടെ മുന്നോട്ട് പോകാനുള്ള
പ്രാപ്തി ഇറാനിയൻ ജനതയ്ക്കും ഇറാനിയൻ ഭരണകൂടത്തിനും സൈന്യത്തിനുമുണ്ട്. അത് തങ്ങൾ നിർവഹിക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് തങ്ങൾ സമാധാനമാണ് കാംക്ഷിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള നീക്കത്തിന് പകരം വിധ്വംസക ശക്തികളെ ഇളക്കിവിടാനും അങ്ങനെ നിലവിലുള്ള ഈ പ്രതിസന്ധികളെ കൂടുതൽ തീവ്രമാക്കി മാറ്റാനും ശ്രമിക്കുന്നത് ഇറാനല്ല, മറിച്ച് പുറത്തു നിന്നുള്ള മറ്റു പലരുടെയും താല്പര്യങ്ങളും അവരുടെ പ്രേരണയുമാണ് ഈ ഒരു അവസ്ഥ രൂപപ്പെടുത്തിയത് എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ പ്രതിനിധി UN രക്ഷാസമിതി യോഗത്തിന് മുമ്പാകെ അവതരിപ്പിച്ചത്. ധന്യ. ശരി, MCA നമ്മൾ ഗസയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി അറിയണം. രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വന്ന ഗസയിൽ കൂട്ടക്കുരുതി വീണ്ടും തുടരുകയാണ് ഇസ്രായേൽ. പിന്നീട് 24 മണിക്കൂറിനിടെ 13 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതോടെ വെടിനിർത്തൽ വേളയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 463 ആയിരിക്കുകയാണ്. ഗസയിലേക്ക് സഹായ വിലക്ക് തുടരുന്നത് മാനുഷിക ദുരന്തം കൂടുതൽ വ്യാപകമാക്കുന്ന സാഹചര്യമുണ്ട്. പുതുതായി രൂപം നൽകിയ ഗസ സമാധാന സമിതിയുടെ യോഗം സ്വിറ്റ്സർലാൻഡിലെ ദാവൂദിൽ അടുത്ത ദിവസം തന്നെ തന്റെ അധ്യക്ഷതയിൽ നടക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ബത്ലഹേമിൽ ഇസ്രായേൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. MCA ആക്രമണം തുടരുകയാണ്. മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. വെടിനിർത്തലിന് ശേഷമുള്ള ആ സംഖ്യ തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടും ഇസ്രായേൽ അടങ്ങുന്നില്ല. തീർച്ചയായിട്ടും. കാരണം പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും ക്രൂരമായിട്ടുള്ള ആക്രമണം നടന്നത് റഫയുടെ ഭാഗമായിട്ടുള്ള ദേറൽ ബലാഹിലാണ്. വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണ പരിപാടികളാണ് അവിടെ ഇസ്രായേൽ നേതൃത്വം നടത്തിയത്. ഇന്നിപ്പം വൈകിട്ട് ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിലേക്കും കൂടി വ്യോമാക്രമണം നീളുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 400-ലധികം പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഘട്ടമുണ്ടായി 48 മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പാണ് ഇപ്പോൾ 13 പേര് 24 മണിക്കൂറിനുള്ളിൽ തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം, പ്രകൃതിക്ഷോഭം മൂലവും 2 വർഷം നീണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള വംശഹത്യ പദ്ധതിയിലൂടെയും ഈ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകൾ, അതിനെ മറികടക്കാനുള്ള ഒരു സഹായ വസ്തുക്കൾ ഇനിയും എത്തിക്കാനുള്ള ഒരു നീക്കം പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. എത്രയും പെട്ടെന്ന് റഫ അതിർത്തി തുറക്കുകയും കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റു ഉപകരണങ്ങളും സംവിധാനങ്ങളും ഗസയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം വേണമെന്ന് ലോകരാജ്യങ്ങളൊക്കെയും ഒരുമിച്ച് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ പോലും ഈ രണ്ടാം ഘട്ടം ഔദ്യോഗികമായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും അത് പ്രയോഗതലത്തിൽ ഈ സഹായം ഗസ നിവാസികൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ധന്യ. അപ്പൊ തന്നെ ഈ രണ്ടാം ഘട്ടത്തിനെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. കരാർ ആദ്യഘട്ടത്തിൽ ലംഘിച്ചതാണ്. ഈ രണ്ടാം ഘട്ടം അത് ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. മറ്റൊന്ന് മാനുഷിക സഹായം അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു. റഫ അതിർത്തി തുറക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യത്തിൽ പോലും വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ വിഷയങ്ങളിലൊക്കെ മധ്യസ്ഥ രാജ്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കും സംസാരം ചർച്ചയുണ്ടാവുക? ധന്യത്തിൽ ഇപ്പം ഹമാസും അതോടൊപ്പം തന്നെ പലസ്തീൻ കൂട്ടായ്മകളും വളരെ കൃത്യമായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കാരണം വെടിനിർത്തൽ എന്നത് തികച്ചും ഏകപക്ഷീയമായിട്ട് ഈ വെടിനിർത്തൽ ലംഘനം ഒരു രാജ്യം നടത്തിക്കൊണ്ടിരിക്കുകയും മറ്റു വിഭാഗം പൂർണ്ണമായിട്ടും ഈ വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് പറയുന്നതിലെ ഇരട്ടത്താപ്പും വൈരുദ്ധ്യവും ഇനിയും അംഗീകരിക്കാനാവില്ല എന്ന ഒരു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് അവർ നൽകിയിരിക്കുന്നു. അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗസയിലെ ഭരണം കൈമാറാനുള്ള ഒരു സന്നദ്ധത തുടക്കം മുതൽ തന്നെ ഗസയിലെ ഹമാസ് നേതൃത്വം അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 15-അംഗ സമാധാന സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതിൽ സ്റ്റീവ് വിറ്റ്കോഫ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതനുണ്ട്. അതോടൊപ്പം തന്നെ ജഡദ് കുഷ്ണർ എന്ന ട്രംപിന്റെ മരുമകനും വൈറ്റ് ഹൗസിന്റെ ഉപദേശകനുമുണ്ട്. മറ്റ് അംഗങ്ങളുടെ പേരുകൾ ഔദ്യോഗികമായി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സമിതിയുടെ ആദ്യ യോഗമാണ് ഇപ്പോൾ ദാവോസിൽ ട്രംപിന്റെ അധ്യക്ഷതയിൽ നടക്കാൻ പോകുന്നത്. ആ യോഗം ആയിരിക്കും തുടർ നീക്കങ്ങൾ, പുനർനിർമ്മാണം ഉൾപ്പെടെ ഗസയുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആ യോഗമായിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെയാണ് ധന്യ സൂചിപ്പിച്ച ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആ നിരായുധീകരണത്തിനുള്ള അടിസ്ഥാനമായിട്ടുള്ള ചില ഉപാധികളും ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പലസ്തീനികളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം വേണം എന്ന ഒരു നിലപാട് അവർ കൈക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കളും മറ്റും എത്തിക്കേണ്ടതുണ്ട്. ഈ വെടിനിർത്തൽ ലംഘനം നടത്തുന്ന ഇസ്രായേലിനെ നിലക്ക് നിർത്തണം എന്നത് ഉൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളും ഒരുപക്ഷെ ഈ സമാധാന
സമാധാന സമിതി ചർച്ച ചെയ്യും. എന്തായാലും ഈ നിരായുധീകരണത്തിന്റെ ആദ്യഘട്ടം ഒരുപക്ഷെ വരും മാസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത്. പക്ഷേ പലസ്തീനികളുടേതായിട്ടുള്ള ഒരു സൈനിക സംവിധാനം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുകയാണെങ്കിൽ അത്തരമൊരു സംവിധാനത്തിന് മാത്രമായിരിക്കും തങ്ങൾ ആയുധങ്ങൾ കൈമാറുക എന്നുകൂടി ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ധന്യ. ശരി, താങ്ക് യു MCA. ജിദ്ദ വിമാനത്താവളത്തിൽ ക്രോസ് റൺവേ ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾക്ക് അനുമതി. ദേശീയ അന്തർദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കിയാണ് പുതിയ സംവിധാനം. അനുമതി തേടുന്ന സൗദിയിലെ ആദ്യ വിമാനത്താവളമാണ് ജിദ്ദയിലേത്. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ക്രോസ് റൺവേ ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതി. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനാണ് അംഗീകാരം നൽകിയത്. വിമാനത്താവളത്തിന്റെ 3 റൺവേകളിലും ക്രോസ് ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ഇതോടെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സൗദിയിലെ ആദ്യ വിമാനത്താവളമായി ജിദ്ദ എയർപോർട്ട് മാറി. ദേശീയ അന്തർദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമാണ് പുതിയ സംവിധാനത്തിന് അനുമതി നൽകിയത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ചുവടുവെപ്പാണിത്. പുതിയ സംവിധാനം റൺവേയിൽ വിമാനങ്ങളുടെ സഞ്ചാര സമയം കുറയ്ക്കുകയും തിരക്കേറിയ സമയങ്ങളിൽ വിമാനങ്ങളുടെ നീക്കം കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും. ഇതുവഴി ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. 5 കോടിയിലേറെ യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം വിമാനത്താവളം ഉപയോഗപ്പെടുത്തിയത്. മീഡിയ 1 ജിദ്ദ. ജിസാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. പ്രതിവർഷം 54 ലക്ഷത്തിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയിലാണ് നിർമ്മാണം. വിഷൻ 2030 ഭാഗമായ പദ്ധതി ജിസാൻ പ്രദേശത്തിന്റെ വികസനത്തിന് നിർണായക പങ്കുവഹിക്കും. സൗദിയിലെ ജീസാനിൽ നിർമ്മിക്കുന്ന കിങ് അബ്ദുള്ള അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതി 92% പൂർത്തിയായി. 4.8 കോടി ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ലോകോത്തര നിലവാരത്തിലാണ് എയർപോർട്ട് വികസിപ്പിക്കുന്നത്. ജീസാൻ ഗവർണർ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി. വിമാനത്താവളത്തിൽ പ്രതിവർഷം 54 ലക്ഷത്തിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാനാവും. 10 വിമാന ബോർഡിംഗ് ബ്രിഡ്ജുകളും 32 ചെക്ക് ഇൻ കൗണ്ടറുകളുമുള്ള ആധുനിക പാസഞ്ചർ ടെർമിനൽ നിർമ്മാണമാണ് പൂർത്തിയാവുന്നത്. രാജ്യത്തെ പ്രധാന ലോജിസ്റ്റിക് ഹബ്ബ് കൂടിയാണ് ജീസാൻ. വിഷൻ 2030 ഭാഗമായി ജീസാൻ പ്രദേശത്തിന്റെ വികസനത്തിന് പദ്ധതി നിർണായക പങ്ക് വഹിക്കും. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. സൗദി അറേബ്യയിലെ അല്ലുല അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനത്തിന്റെ പുതിയ ഘട്ടം പൂർത്തിയായി. നവീകരിച്ച വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം സൗദി സാംസ്കാരിക മന്ത്രി നിർവഹിച്ചു. അല്ലുലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് കൂടുതൽ കരുത്തേകും. സൗദിയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാന വ്യോമയാന ഹബ്ബായി അല്ലൂലയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപുലീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. സൗദി അറേബ്യയുടെ സാംസ്കാരിക മന്ത്രിയും റോയൽ കമ്മീഷൻ ഫോർ അല്ലൂല ഗവർണറുമായ പ്രിൻസ് ബദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പ്രതിനിധികളും പങ്കെടുത്തു. പുതിയ മാറ്റങ്ങളോടെ വിമാനത്താവളത്തിന്റെ ശേഷി പ്രതിവർഷം 4 ലക്ഷം യാത്രക്കാരിൽ നിന്ന് 7 ലക്ഷമായി ഉയർന്നു. വിമാനത്താവളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളിലും വൻ വർധനയാണ് വരുത്തിയിരിക്കുന്നത്. ടെർമിനലിലെ ലോഞ്ചുകളുടെ വിസ്തീർണം 3800 ചതുരശ്ര മീറ്ററിൽ നിന്ന് 5450 ചതുരശ്ര മീറ്ററായി വികസിപ്പിച്ചു. യാത്രക്കാരുടെ തിരക്ക് ഒഴിവാക്കാനായി പാസ്പോർട്ട് കൺട്രോൾ പ്ലാറ്റ്ഫോമുകൾ 4 നിന്ന് 12 ഉയർത്തി. അത്യാധുനികമായ ഇലക്ട്രോണിക് ഗേറ്റുകൾ കൂടി നിലവിൽ വന്നതോടെ വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലും സുഗമവുമാവും. ഇതോടെ അല്ലൂലയിലേക്ക് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയാസ് യൂസഫ്, മീഡിയ 1 യാംബു. കൂടുതൽ കണക്ഷൻ ഫ്ലൈറ്റുകളും റൂട്ടുകളും ലഭ്യമാക്കാൻ എയർ ഇന്ത്യയും സൗദി എയർലൈൻസും കോഡ് ഷെയർ കരാറിൽ ഒപ്പുവച്ചു. അന്തിമ ലക്ഷ്യസ്ഥാനം വരെ ബാഗേജ് ചെക്ക് ത്രൂ സൗകര്യം യാത്രക്കാർക്ക് ഇതുവഴി ലഭ്യമാകും. അതനുസരിച്ച് സൗദി എയർലൈൻസ് എയർ ഇന്ത്യയുടെ ടിക്കറ്റുകളും സർവീസും സ്വന്തം ഫ്ലൈറ്റ് നമ്പറും എയർലൈൻ കോഡും ഉപയോഗിച്ച് വിൽക്കും. 2 അതിലധികമോ എയർലൈനുകൾ തമ്മിലുണ്ടാക്കുന്ന ഒരു വാണിജ്യ ധാരണയാണ് കോഡ് ഷെയറിംഗ്. ഇതനുസരിച്ച് സൗദി എയർലൈൻസ് എയർ ഇന്ത്യയുടെ ടിക്കറ്റുകളും സർവീസും സ്വന്തം ഫ്ലൈറ്റ് നമ്പറും എയർലൈൻ കോഡും ഉപയോഗിച്ച് വിൽക്കും. തിരിച്ച് എയർ ഇന്ത്യക്കും ഇതുപോലെ ചെയ്യാം. ഇതിലൂടെ യാത്രക്കാർക്ക് പല നേട്ടങ്ങളുണ്ട്. എയർലൈനുകൾക്ക് സ്വന്തമായി പുതിയ റൂട്ടുകൾ ആരംഭിക്കാതെ തന്നെ കൂടുതൽ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പറക്കാം. ഒറ്റ ടിക്കറ്റിൽ ഒന്നിലധികം എയർലൈനുകൾ ഉപയോഗിച്ച് യാത്രയും ചെയ്യാം. ബാഗേജ് ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ആകുകയും കണക്ഷൻ എളുപ്പമാവുകയും ചെയ്യും. ഈ സർവീസ് പ്രകാരം ടിക്കറ്റ് വിൽക്കുന്ന എയർലൈനിനെ മാർക്കറ്റിംഗ് കാരിയർ എന്നും യഥാർത്ഥത്തിൽ വിമാനം ഓടിക്കുന്ന എയർലൈനിനെ ഓപ്പറേറ്റിംഗ് കാരിയർ എന്നും വിളിക്കുന്നു. ഫ്ലൈറ്റ് വൈകിയാലോ റദ്ദാക്കിയാലോ പ്രാഥമിക ഉത്തരവാദിത്തം ഓപ്പറേറ്റിംഗ് കാരിയർക്കാണ്. ബോർഡിംഗ് പാസിൽ ഓപ്പറേറ്റിംഗ് കാരിയർ ആരാണെന്നത് വ്യക്തമാക്കിയിരിക്കും.
സൗദി എയർലൈൻസ് വഴി കരാർ പ്രകാരം യാത്രക്കാർക്ക് മുംബൈ, ഡൽഹി വഴി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താം. കൊച്ചിക്ക് പുറമെ 15-ലധികം ഇന്ത്യൻ നഗരങ്ങളിലേക്ക് കൂടി ഇന്റർലൈൻ സൗകര്യവും ലഭിക്കും. ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യയിലെത്തുന്നവർക്ക് സൗദിയയുടെ ഫ്ലൈറ്റുകളിൽ ദമാം, അബഹ, ഖസീം, ജീസാൻ, മദീന, ത്വായിഫ് തുടങ്ങിയ നഗരങ്ങളിലേക്കെല്ലാം തടസ്സമില്ലാതെ കണക്ഷനും ലഭിക്കും. നിലവിൽ 25 കോഡ് ഷെയർ കരാറുണ്ട് സൗദിയക്ക്. ഇതിലൂടെ 100-ലധികം അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് യാത്രക്കാർക്ക് വേഗത്തിൽ എത്താനാവുക. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ദുബായ് പ്രഖ്യാപിച്ച സ്കൂൾ ബസ് പൂളിംഗ് സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം അൽബർഷ മേഖലയിൽ നടപ്പാക്കും. വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നിച്ച് വാഹനത്തിൽ കൊണ്ടുപോകുന്ന സംവിധാനമാണ് സ്കൂൾ ബസ് പൂളിംഗ്. 1000 ദിർഹമായിരിക്കും ഇതിന്റെ ഫീസ്. RTIയുമായി സഹകരിച്ച് സ്കൂൾ ബസ് പൂളിംഗ് നടപ്പാക്കുന്ന യാങ്കോ ഗ്രൂപ്പാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. 14 വയസ്സു മുതൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സേവനം ലഭ്യമാവുക. ആഡംബര SUVകളാണ് ആദ്യം സർവീസിനായി ഉപയോഗിക്കുന്നത്. അൽബർഷയിലെ ബ്ലൂം അക്കാദമി, ബ്രൈറ്റൺ കോളേജ്, ജെംസ് ഫൗണ്ടേഴ്സ് കോളേജ്, ജെംസ് അൽബർഷ നാഷണൽ സ്കൂൾ, ദുബായ് അമേരിക്കൻ അക്കാദമി, അമേരിക്കൻ സ്കൂൾ ഓഫ് ദുബായ് എന്നിവിടങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സേവനം ആദ്യഘട്ടത്തിൽ ലഭിക്കുക. 2 ആഴ്ചക്കകം ഈ സേവനം തുടങ്ങും. 60 മിനിറ്റിൽ കൂടാത്ത സമയപരിധിക്കുള്ളിൽ വിദ്യാർത്ഥികളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും തിരിച്ചും എത്തിക്കുന്നതായിരിക്കും പദ്ധതി. ഓരോ സ്കൂളിൻ്റെയും ഷെഡ്യൂളിനനുസരിച്ച് പിക്കപ്പ് ഡ്രോപ്പ് സമയങ്ങൾ ക്രമീകരിക്കും. സേവനം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് യാങ്കോ ഗ്രൂപ്പിൻ്റെയും അർബൻ എക്സ്പ്രസ് ട്രാൻസ്പോർട്ടിൻ്റെയും ആപ്പുകൾ വഴിയോ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പൈലറ്റ് പദ്ധതി വിലയിരുത്തിയ ശേഷമായിരിക്കും കൂടുതൽ മേഖലയിലേക്ക് ഇത് വ്യാപിപ്പിക്കുക. സ്വകാര്യ കാറുകളിൽ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ബദൽ സൗകര്യമാകുന്ന പദ്ധതി സ്കൂൾ മേഖലയിൽ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുമെന്നാണ് കണക്കാക്കുന്നത്. മീഡിയ 1, ദുബായ്. ഡ്രൈവിംഗിനിടെ സോഷ്യൽ മീഡിയയിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തിയ യുവാവ് അബുദാബിയിൽ അറസ്റ്റിലായി. ലൈവിനിടെ അപകടകരമായി കുതിക്കുന്ന ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. തൻ്റെ ഡ്രൈവിംഗ് മികവും റോഡിലെ കാഴ്ചകളുമെല്ലാം ലൈവായി പങ്കുവച്ചായിരുന്നു യുവാവിൻ്റെ ഡ്രൈവിംഗ്. റോഡിലെ നിയന്ത്രണ രേഖകൾ പലതും മറികടന്നായിരുന്നു ഈ സാഹസം. എന്നാൽ തൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കാഴ്ചക്കാർ മാത്രമല്ല, അബുദാബി പോലീസിൻ്റെ ക്യാമറ കണ്ണുകളും ലൈവായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം ഇദ്ദേഹം ഓർത്തില്ല. സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാകുന്ന വിധം വാഹനം ഓടിച്ചതിന് ലൈവ് വീഡിയോയിൽ തിളങ്ങിയ ഡ്രൈവർ കൈയോടെ പിടിയിലായി. വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതാണ് ഇയാളുടെ പ്രവൃത്തിയെന്ന് അബുദാബി പോലീസ് ചൂണ്ടിക്കാട്ടി. സോഷ്യൽ മീഡിയയിൽ സജീവമാകാനുള്ള ഇടമല്ല ഡ്രൈവിംഗ് സീറ്റ് എന്ന് ഓർമ്മിപ്പിച്ച പോലീസ് ഇത്തരം പ്രവണതകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. മീഡിയ 1, അബുദാബി. സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്ന 7ാമത് ദാക്കർ റാലി നാളെ ചെങ്കടൽ തീരത്തെ യാംബുവിൽ സമാപിക്കും. 2 ആഴ്ചയോളം നീണ്ടുനിന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാഹസിക മാമാങ്കം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വിജയകിരീടം ആര് ചൂടുമെന്ന ആവേശത്തിലാണ് മോട്ടോർ സ്പോർട്ട് ലോകം. സൗദി മരുഭൂമിയിലെ കിലോമീറ്ററുകൾ നീണ്ട വെല്ലുവിളികൾ പിന്നിട്ട് ഈ വർഷത്തെ ദാക്കർ റാലി അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. കാർ വിഭാഗത്തിൽ 5 തവണ ചാമ്പ്യനായ ഖത്തറിന്റെ നാസർ അൽ അത്തിയ തന്റെ 6ാം കിരീടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഡാസിയ ടീമിനെ മത്സരിക്കുന്ന അത്തിയയ്ക്ക് എതിരാളികളിൽ നിന്ന് കടുത്ത വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നത്. 12ാം ഘട്ടത്തിലും ആധിപത്യം തുടർന്ന അത്തിയ നാളെ യാംബുവിൽ കിരീടമുയർത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ബൈക്ക് വിഭാഗത്തിൽ പോരാട്ടം അത്യന്തം ആവേശകരമാണ്. KTM താരം ലൂസിയാനോ ബെനഡിസും ഹോണ്ടയുടെ റിക്കി ബ്രാബിക്കും തമ്മിലുള്ള വ്യത്യാസം വെറും സെക്കൻഡുകൾ മാത്രമാണ്. ഹീറോ മോട്ടോ സ്പോർട്ടിനായി മത്സരിച്ച റോസ് ബ്രാഞ്ചും ടോപ്പ് 10-ൽ ഇടം പിടിക്കാനായി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അഭിമാനമായി മാറിയ സഞ്ജയ് തക്കാലെ ക്ലാസിക് വിഭാഗത്തിൽ മികച്ച പ്രകടനം നടത്തിയെങ്കിലും സാങ്കേതിക തകരാറുകൾ മൂലം ഇടയ്ക്ക് വെച്ച് പിന്മാറേണ്ടി വന്നത് ഇന്ത്യൻ ആരാധകർക്ക് നിരാശയായിരുന്നു. മൊത്തം 7994 കിലോമീറ്റർ ദൂരം പിന്നിട്ട ഈ കായിക വിസ്മയം നാളെ സമാപിക്കുമ്പോൾ യാംബുവിലെ ഫിനിഷിംഗ് ലൈനിൽ പുതിയ ചരിത്രങ്ങൾ പിറക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ലോകം. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു.
UAE നാളെ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കും. 2022 UAE തലസ്ഥാനമായ അബുദാബിക്ക് നേരെയുണ്ടായ ഹൂതി ആക്രമണത്തെ നേരിട്ട ദിവസമാണ് UAE ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്നത്. UAE പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാനാണ് ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 11 മണിക്ക് രാജ്യത്തെ ചാനലുകൾ ദേശീയഗാനം സംപ്രേഷണം ചെയ്യും. UAEയിലെ 7 എമിറേറ്റുകളുടെയും ആകാശത്ത് നാളെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുടെ പ്രത്യേക പരേഡും നടക്കും. റോഡുകളുടെയും പാർക്കിംഗ് സൗകര്യങ്ങളുടെയും നിലവാരം ഉയർത്തുന്നതിനായി പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി സൗദി അറേബ്യ. കാൽനട യാത്രക്കാരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് നിർദ്ദേശങ്ങൾ. സൗദി റോഡ്സ് ജനറൽ അതോറിറ്റിയുടേതാണ് തീരുമാനം. തിരക്കേറിയ സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഇടങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ് മാനദണ്ഡങ്ങൾ. വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ കാൽനട യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും തടസ്സമില്ലാത്ത രീതിയിൽ സുരക്ഷ ഉറപ്പാക്കണം. ലഭ്യമായ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തണം. കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനുള്ള ഡിസൈൻ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പുതിയ റോഡ് കോഡ്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റോഡുകളുടെയും പാർക്കിംഗ് സൗകര്യങ്ങളുടെയും നിലവാരം ഉയർത്തുക, വാഹന ഗതാഗതം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം. ഇതിനായാണ് റോഡ് കോഡിൽ പുതിയ നിയന്ത്രണങ്ങൾ. നഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കൂടുതൽ സുഗമമാക്കുക തുടങ്ങിയവ കൂടിയാണ് ലക്ഷ്യങ്ങൾ. കാൽനട യാത്രക്കാർക്കും സൈക്കിളുകൾക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് പുതിയ മാറ്റങ്ങൾ. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ ഒരു സ്വകാര്യ വീട്ടിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ലൈസൻസ് ഇല്ലാത്ത ഹുസൈനിയ സുരക്ഷാ സേന റെയ്ഡ് ചെയ്ത് അടച്ചുപൂട്ടി. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വീഡിയോകളെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നടപടി. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹ് ഓപ്പറേഷന് നേരിട്ട് മേൽനോട്ടം വഹിച്ചു. പ്രാർത്ഥനാ സ്ഥലത്ത് തീപിടിക്കാവുന്ന സാധനങ്ങളുടെ സുരക്ഷയില്ലാത്ത വൈദ്യുതി കണക്ഷനുകളും കണ്ടെത്തി. കുവൈത്തിലെ റെസിഡൻഷ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകൾ നിർത്തലാക്കാനുള്ള നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ ചർച്ചകൾ സജീവമാകുന്നു. മുനിസിപ്പൽ കാര്യ സഹമന്ത്രിയായ അബ്ദുൽ ലത്തീഫ് അൽ മിഷാരി പുറത്തിറക്കിയ തീരുമാനമാണ് നഗരാസൂത്രണ സാമ്പത്തിക രംഗങ്ങളിൽ വീണ്ടും ചർച്ചയ്ക്ക് വഴിവെച്ചത്. റെസിഡൻഷ്യൽ പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം മതിയായ ബദൽ മാർഗങ്ങൾ ഒരുക്കാതെ നിർദ്ദേശം നടപ്പാക്കിയാൽ പ്രതികൂലമായി ബാധിക്കുമെന്ന ആക്ഷേപമുണ്ട്. അറബ് മേഖലയിലെ ശാസ്ത്ര സാഹിത്യ പ്രതിഭകൾക്കുള്ള ഗ്രേറ്റ് അറബ് മൈൻഡ്സ് അവാർഡുകൾ ദുബായിൽ വിതരണം ചെയ്തു. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദാണ് അവാർഡുകൾ സമ്മാനിച്ചത്. വിവിധ വിഭാഗങ്ങളിലായ പ്രൊഫസർമാരായ മജീദ് ചെർഗുയി, അബ്ബാസ് എൽ ഗമാൽ, ഡോക്ടർ നബീൽ സെയ്ദ, പ്രൊഫസർ ബാദി ഹാനി, ഡോക്ടർ സുബാദ് അമീരി, പ്രൊഫസർ ചാർബൽ ഡാഗർ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 10 ലക്ഷം ദിർഹമാണ് ഓരോ ജേതാക്കൾക്കുമുള്ള സമ്മാനത്തുക. UAEയിൽ നെസ്ലെ ബേബി ഫോർമുലയുടെ കൂടുതൽ ബാച്ചുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. S26 AR എന്ന ഉൽപ്പന്നവും വിപണിയിൽ നിന്ന് പുതുതായി പിൻവലിച്ചിട്ടുണ്ട്. എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റാണ് ഉൽപ്പന്നങ്ങൾ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത്. അസംസ്കൃത വസ്തുവിൽ ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സൗദിയിലെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ചീറ്റപ്പുലികളുടെ മമ്മികൾ കണ്ടെത്തി. ഗുഹകളിൽ നിന്നാണ് മമ്മികൾ കണ്ടെടുത്തത്. 134 ഗുഹകളിൽ നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ. 7 ചീറ്റപ്പുലികളുടെ മമ്മികളാണ് കണ്ടെടുത്തത്. സൗദിയിലെ വടക്കൻ പ്രദേശങ്ങളിലെ 134 ഗുഹകളിൽ നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ. പൂർണ്ണരൂപത്തിലുള്ള മമ്മികളാണ് കണ്ടെത്തിയത്. ഗുഹകൾക്കുള്ളിലെ പ്രത്യേക പാരിസ്ഥിതിക സാഹചര്യങ്ങളിലാണ് അവശിഷ്ടങ്ങൾ നശിക്കാതെ നിലനിന്നത്. 4800 വർഷം വരെ പഴക്കമുള്ള മമ്മികളും ഇതിൽ ഉൾപ്പെടും. ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയ മമ്മിക്ക് ഏകദേശം 127 വർഷം പഴക്കമുണ്ട്. പരിശോധനയിൽ 54 അസ്ഥികൂടങ്ങളും കണ്ടെടുത്തു. അറേബ്യൻ ഉപദ്വീപിൽ അടുത്ത കാലം വരെ ചീറ്റപ്പുലികൾ സജീവമായിരുന്നതിന്റെ തെളിവാണ് കണ്ടെത്തൽ. വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കൻ ചീറ്റപ്പുലികളുമായി ലഭിച്ച മമ്മികൾക്ക് ജനിതക ബന്ധമുണ്ടെന്നും പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. നികുതി വെട്ടിപ്പ് കേസിൽ പ്രതിക്ക് കുടിശ്ശികയും പിഴയുമായി 1,53,000 റിയാൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ട ഒമാനിലെ പ്രാഥമിക കോടതി. നികുതി റിട്ടേണുകൾ കൃത്യമായി സമർപ്പിക്കാതിരിക്കുകയും കള്ളരേഖകൾ ഹാജരാക്കുകയും ചെയ്തതായി കോടതി കണ്ടെത്തി. നികുതി ബാധ്യതയുള്ള എല്ലാ സ്ഥാപനങ്ങളും നിശ്ചയിച്ച പരിധിക്കുള്ളിൽ കൃത്യമായ വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് നികുതി അതോറിറ്റി അറിയിച്ചു. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയോട് നികുതി കുടിശ്ശികയും പിഴയുമായി 1,53,000 റിയാൽ അടക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത്. 32,778 റിയാൽ വരുമാന നികുതിയായും
1,21,207 റിയാൽ എക്സൈസ് നികുതിയുമായാണ് കണക്കാക്കിയത്. മനഃപൂർവ്വം എക്സൈസ് നികുതി വെട്ടിക്കൽ, നികുതി റിട്ടേണുകൾ കൃത്യമായി സമർപ്പിക്കാതിരിക്കുകയും കള്ളരേഖകൾ ഹാജരാക്കുകയും ചെയ്തതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. വരുമാന നികുതി കൃത്യമായി സമർപ്പിക്കാതിരുന്നതിന് 3 മാസം തടവും 2,000 റിയാൽ പിഴയും, എക്സൈസ് നികുതി റിട്ടേൺ കൃത്യമായി സമർപ്പിക്കാത്തതിന് 3 മാസം തടവും 1,000 റിയാൽ പിഴയുമാണ് ഈടാക്കിയത്. എക്സൈസ് നികുതി വെട്ടിപ്പിനായി കള്ളരേഖകൾ ഹാജരാക്കിയതിന് 1 വർഷം തടവും 5,000 റിയാൽ പിഴയും വിധിച്ചിട്ടുണ്ട്. എല്ലാ ക്രിമിനൽ കോടതി ചെലവുകളും പ്രതി വഹിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നികുതി ബാധ്യതയുള്ള എല്ലാ സ്ഥാപനങ്ങളും നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ കൃത്യമായ വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് നികുതി അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. നിയമലംഘനം സംഭവിച്ചാൽ പിഴയ്ക്കൊപ്പം തടവ് ഉൾപ്പെടെയുള്ള കർശനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ യാംബു ക്രിക്കറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ സുൽത്താൻ ബ്രദേഴ്സ് സംഘടിപ്പിച്ച യാംബു പ്രീമിയർ ലീഗ് സീസൺ 1 ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. ആവേശകരമായ ഫൈനലിൽ ഔദ അൽതസീസ് കമ്പനി ജേതാക്കളായി. യാക്ക ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് അരങ്ങേറിയത്. ചലച്ചിത്ര താരം ഷിയാസ് കരീം സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. യാംബു ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് മസ്ഹർ ഖാൻ, YPL പ്രതിനിധികളായ സജാം, ജസാം, ജസീം തുടങ്ങിയവരാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നമ്മുടെ ടൂർണമെന്റിന്റെ ക്വാളിഫൈഡ് 2 മാച്ചസ് ആയ JKയും അലൈത്താന്റെ മാച്ച് നടക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ എക്സിബിഷൻ മാച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ, അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെയും. അതുകൊണ്ട് നമ്മൾ ഈ ഇന്നത്തെ നമ്മുടെ ടൂർണമെന്റ് കംപ്ലീറ്റ് ആവുകയാണ്. യാംബുവിലെ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാക്കിയാണ് യാംബു പ്രീമിയർ ലീഗ് സീസൺ 1 തിരശ്ശീല വീണത്. ഈ മഞ്ഞത്ത് ഇരുന്ന് തന്നെ കളി കാണാൻ നല്ല രസമുണ്ട്. എന്റെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഗ്രൗണ്ടിൽ പോയിട്ട് ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളി ലൈവായിട്ട് കാണുന്നത്. കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ ടൂർണമെന്റ് കാണാൻ എത്തിയിരുന്നു. ഞാൻ 3 ദിവസമായിട്ട് യാക്കയിലുണ്ട്. ഫാമിലി ഫുള്ളോടെ ക്രിക്കറ്റ് ഫാൻസ് ആണ്. ഫുള്ള് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പരിപാടി. 10 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ അഹദ് അൽ തസീസ് കമ്പനി ടീമാണ് കിരീടം സ്വന്തമാക്കിയത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരായി ബിനീഷ് പൊടി, അദ്നാൻ മുനീർ, അഹമ്മദ് കബീർ എന്നിവരെ തിരഞ്ഞെടുത്തു. മികച്ച കളിക്കാർക്കുള്ള സമ്മാനങ്ങൾ ഷിയാസ് കരീം വിതരണം ചെയ്തു. സമാപന ചടങ്ങിൽ സൗദി ക്രിക്കറ്റ് ബോർഡ് അംഗം മിഷാൽ ഖുറേഷി, സ്പോൺസർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ആവേശ തിമിർപ്പിലാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇവിടെ ഉള്ളത്. യാംബുവിൽ നിന്നും നിയാസ് യൂസഫ്, മീഡിയ 1. കുവൈത്തിൽ 200-ലധികം റോബോട്ടിക് ഓർത്തോപെഡിക് ശസ്ത്രക്രിയകൾ ഇതിനകം നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അൽ ഫാരിസ് അറിയിച്ചു. 4ാമത് വാർഷിക ഓർത്തോപെഡിക് സർജറി കോൺഫറൻസിന്റെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോബോട്ടിക് ശസ്ത്രക്രിയയിൽ ഡോക്ടർമാർക്കുള്ള പ്രാദേശിക പരിശീലനം ഇതിനകം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. 3 ദിവസത്തെ സമ്മേളനത്തിൽ 55-ലധികം ശാസ്ത്രീയ പ്രഭാഷണങ്ങളും ശസ്ത്രക്രിയാ പരിശീലന വർക്ക്ഷോപ്പുകളും നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കുവൈത്തിലെ ജലീബിൽ വീട്ടിനുള്ളിൽ കുട്ടികൾക്കായുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന അനധികൃത ഫാക്ടറിയും വെയർഹൌസും കണ്ടെത്തി. കേസിൽ അറബ് ഏഷ്യൻ രാജ്യക്കാരായ 12 പേരെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ആവശ്യമായ ലൈസൻസ് ഇല്ലാതെയുമാണ് കമ്പനി പ്രവർത്തിച്ചിരുന്നത്. കസ്റ്റഡിയിലുള്ള പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലാണ് സൗദി ഭരണാധികാരിയെ പരിശോധിക്കുന്നത്. ആരോഗ്യ പരിശോധനകളുടെ ഭാഗമാണെന്ന് സൗദി റോയൽ കോർട്ട് അറിയിച്ചു. 88-കാരനായ സൽമാൻ രാജാവിനെ അടുത്തിടെ 2 തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സൗദിയിലെ ദമാമിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് അത്യാസന്ന നിലയിലായ മലയാളി യുവാവിനെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിച്ചു. മലപ്പുറം പരുത്തിക്കാട് സ്വദേശി ഷാക്കിർ ജമാലിനെയാണ് മെഡിക്കൽ സൗകര്യങ്ങളോടെ നാട്ടിലേക്ക് യാത്രയാക്കിയത്. അസുഖബാധയെ തുടർന്ന് 5 മാസത്തിലേറെയായി ആശുപത്രിയിൽ അത്യാസന്ന വിഭാഗത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു ഷാക്കിർ ജമാൽ. സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നതിനിടെയാണ് അസുഖം ബാധിച്ചത്. ചികിത്സയിലായതോടെ ഷാക്കിറിന്റെ ഭാര്യയും മകനും ഭാര്യാ സഹോദരനും ദമാമിലെത്തിയിരുന്നു. ഷാക്കിറിന്റെ സ്പോൺസറാണ് ഇതിനുള്ള മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയത്. നിർധന കുടുംബത്തിലെ അംഗമായ ഷാക്കിറിനെ തുടർ ചികിത്സയ്ക്ക് നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ET മുഹമ്മദ് ബഷീർ MP സൗദിയിലെ ഇന്ത്യൻ എംബസിയെ സമീപിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ഇടപെടലുകളാണ് മടക്കം സാധ്യമാക്കിയത്. നാട്ടിൽ നിന്നും എത്തിയ മെഡിക്കൽ ടീമിന്റെ സഹായത്തോടെയാണ് യാത്ര. ഷാക്കിറിന്റെ സ്പോൺസർ, ഇന്ത്യൻ എംബസി, സാമൂഹ്യ പ്രവർത്തകർ, KMCC, ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ, EMF റാക്ക ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങി നിരവധി സുമനസ്സുകൾ കൈകോർത്തതോടെ ഭീമമായ തുക ചെലവഴിച്ചുള്ള മടക്കയാത്ര സാധ്യമായി. ഫുട്ബോൾ താരം കൂടിയായിരുന്നു ഷാക്കിർ. കൊച്ചിയിലെത്തിച്ച ഷാക്കിറിനെ നോർക്ക ആംബുലൻസ് സൗകര്യത്തോടെ കോഴിക്കോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് തുടർ ചികിത്സയ്ക്ക് തുടക്കം കുറിച്ചു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം.
ദോഹ MES ഇന്ത്യൻ സ്കൂളിൽ പച്ചക്കറി വിളവെടുപ്പ് വിപുലമായ പരിപാടികളോടെ നടന്നു. വിളവെടുത്ത ജൈവ പച്ചക്കറികൾ അധികൃതർക്ക് കൈമാറി. സ്കൂളിലെ ക്യാമ്പസ് കെയർ ഫോഴ്സ് അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് അടുക്കളത്തോട്ടം പരിപാലിച്ചത്. ജൈവ കൃഷിയുടെയും സുസ്ഥിരതയുടെയും പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നുവെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ഹമീദ ഖാദർ പറഞ്ഞു. ഖത്തറിലെ കത്താര കൾച്ചറൽ വില്ലേജിൽ നടന്ന ഇന്റർനാഷണൽ ആംബർ എക്സിബിഷൻ സമാപിച്ചു. 82 പവലിയനുകളിലായി മുത്തുകളുടെ വലിയ ശേഖരമാണ് ഒരുക്കിയിരുന്നത്. പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമൊപ്പം ആംബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലന ശില്പശാലകളും അരങ്ങേറി. കുവൈത്ത് അഹമ്മദിയിലെ കത്തോലിക്ക ദേവാലയമായ അവർ ലേഡി ഓഫ് അറേബ്യ ചർച്ച് ഔദ്യോഗികമായി മൈനർ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതോടെ ഗൾഫ് മേഖലയിലെ ആദ്യ മൈനർ ബസിലിക്ക എന്ന പദവിയും ഈ ദേവാലയത്തിന് ലഭിച്ചു. 1948 കർമ്മലീത്ത സഭ സ്ഥാപിച്ച അവർ ലേഡി ഓഫ് അറേബ്യൻ ചർച്ച് പിന്നീട് കുവൈറ്റ് ഓയിൽ കമ്പനി തൊഴിലാളികൾക്കായി നിർമ്മിച്ചതാണ്. അവർ ലേഡി ഓഫ് അറേബ്യയുടെ തിരുസ്വരൂപം 1949 12 പിയൂസ് മാർപ്പാപ്പ ആശീർവദിച്ചതായും രേഖകൾ പറയുന്നു. വടക്കൻ അറേബ്യയുടെ അപ്പോസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോ ബെരാർഡി സമർപ്പിച്ച അഭ്യർത്ഥനയെ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മൈനർ ബസിലിക്ക പദവി അനുവദിച്ചത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാൻഡ്രോ പരോളിൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അറേബ്യൻ ഉപദ്വീപിലെ സഭയുടെ ദൗത്യത്തിനും പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസയാത്രയ്ക്കുമുള്ള അംഗീകാരമാണിതെന്ന് കർദിനാൾ പറഞ്ഞു. കുടിയേറ്റ സമൂഹങ്ങളുടെ ആത്മീയ പങ്കാളിത്തവും വിശ്വാസ സാക്ഷ്യവുമാണ് ദേവാലയത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി അംബാസഡർ സാദിഖ് മറാഫി, വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാർ, നയതന്ത്ര പ്രതിനിധികൾ, ഗൾഫ് മേഖലയിലെ പുരോഹിതർ, നൂറുകണക്കിന് വിശ്വാസികൾ എന്നിവരും പങ്കെടുത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. മസ്കറ്റ് ഗവർണറും സഹമന്ത്രിയുമായ സയ്യിദ് ബിലാറബ് ബിൻ ഹൈതം അൽ സൈദ് സത്യപ്രതിജ്ഞ ചെയ്തു. അൽ ബറക്ക കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിനു മുമ്പാകെയാണ് ചുമതല ഏറ്റെടുത്തത്. ഒമാനിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ജനകീയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സയ്യിദ് യസിൻ ഉൾപ്പെടെ 3 ഉപപ്രധാനമന്ത്രിമാരെ നിയമിച്ചാണ് സുൽത്താന്റെ ഉത്തരവ്. ഒമാനിൽ മയക്കുമരുന്ന് വേട്ട 2 ഏഷ്യൻ വംശജർ പിടിയിലായി. ആഷിഷ്, ഹെറോയിൻ, മരിജുവാന, ക്രിസ്റ്റൽ മെത്ത് നിരോധിത ഗുളികകളുമാണ് പിടിച്ചെടുത്തത്. മയക്കുമരുന്ന്, സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളെ നേരിടുന്നതിനുള്ള ഡയറക്ടറേറ്റ് ജനറലാണ് പ്രതികളെ വലയിലാക്കിയത്. പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആരോപി അറിയിച്ചു.